പല രാജ്യങ്ങളിലും നിലവിൽ സ്ത്രീകളിൽ ജനന നിരക്ക് മുൻ തലമുറകളെ അപേക്ഷിച്ച് കുറഞ്ഞു വരികയാണ്. ജനന നിരക്ക് ഇതേ രീതിയിൽ കുറയുകയും ഒരു ഘട്ടത്തിൽ മനുഷ്യർ പ്രജനനം നടത്തുന്നത് പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്താൽ മനുഷ്യരാശിക്ക് വംശനാശം സംഭവിക്കാൻ എത്ര കാലമെടുക്കും എന്ന ചോദ്യം കൗതുകകരമാണ്. സാധാരണയായി 100 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞു പോലും ഭൂമിയിൽ ജനിക്കുന്നില്ലെങ്കിൽ ഏകദേശം 100 വർഷത്തിനുള്ളിൽ മനുഷ്യർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വംശനാശം പെട്ടെന്നായിരിക്കില്ല. ആദ്യം പ്രായമായവർ മരിക്കുകയും പുതിയ തലമുറ പിറക്കാതിരിക്കുകയും ചെയ്താൽ ജനനസംഖ്യ പതിയെ കുറയാൻ തുടങ്ങും. തുടക്കത്തിൽ ഈ ജനനസംഖ്യ ഇടിവ് വളരെ സാവധാനത്തിലായിരിക്കും. എന്നാൽ ക്രമേണ ആവശ്യ ജോലികൾ ചെയ്യാൻ മതിയായ യുവജനങ്ങളുടെ എണ്ണം കുറയും. ഇത് ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ അതിവേഗം തകർച്ചയിലേക്ക് നയിക്കും. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും നമ്മൾ ആശ്രയിക്കുന്ന മറ്റ് എല്ലാ കാര്യങ്ങളും ഇല്ലാതാകും. ജനങ്ങൾ കുറവാണെങ്കിൽ പോലും ഭക്ഷണ ദൗർബല്യം രൂക്ഷമാകും. ഒടുവിൽ മനുഷ്യ നാഗരികത തകരും. ഭക്ഷ്യവസ്തുക്കൾ, ശുദ്ധജലം, മരുന്നുകൾ തുടങ്ങി ഇന്ന് എളുപ്പത്തിൽ ലഭിക്കുന്നതും അതിജീവനത്തിന് ആവശ്യമായതുമായ സാധനങ്ങളുടെ എല്ലാം ക്ഷാമം കാരണം 100 വർഷം എന്നതിലുപരി 70 മുതൽ 80 വർഷത്തിനുള്ളിൽ തന്നെ ഭൂമിയിൽ അധികം മനുഷ്യർ അവശേഷിക്കില്ല. ഒരു ആഗോള ദുരന്തം സംഭവിക്കാതെ ജനനനിരക്ക് പെട്ടെന്ന് നിലയ്ക്കാൻ സാധ്യതയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എഴുത്തുകാരൻ കർട്ട് വോണഗട്ട് തന്റെ ഗലാപ്പഗസ് എന്ന നോവലിൽ ഇത്തരം ഒരു സാഹചര്യം വിവരിക്കുന്നുണ്ട്. ഒരു അതിവ്യാപകമായ രോഗം പ്രത്യുൽപാദന ശേഷിയുള്ള എല്ലാ മനുഷ്യരെയും വന്ധ്യരാക്കുന്നതിലൂടെ ഇനി ആർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയാത്ത ഒരവസ്ഥ. മറ്റൊരവസ്ഥയാകട്ടെ ആരും അതിജീവിക്കാത്ത ഒരു ആണവ യുദ്ധമാണ്. നിരവധി ഭയാനകമായ സിനിമകളിലും പുസ്തകങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്തരം പല കൃതികളും ബഹിരാകാശ യാത്രകൾ ഉൾപ്പെടുന്ന സയൻസ് ഫിക്ഷനുകളാണ്. ചില പുസ്തകങ്ങൾ അത്രയധികം അതിശയകരമല്ലാത്ത ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ആളുകൾക്ക് എളുപ്പത്തിൽ പ്രത്യുൽപാദനം നടത്താൻ കഴിയാതെ വരികയും അത് കൂട്ടായ നിരാശയ്ക്കും കുട്ടികൾ ഉണ്ടാകാൻ കഴിവുള്ളവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനും കാരണമാകുകയും ചെയ്യുന്നു. കനേഡിയൻ എഴുത്തുകാരി മാർഗരറ്റ് ആറ്റ്വുഡിന്റെ ദി ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ബ്രിട്ടീഷ് എഴുത്തുകാരൻ P.D. ജെയിംസിന്റെ ദി ചിൽഡ്രൻ ഓഫ് മെൻ എന്നിവ ഈ ഗണത്തിൽപ്പെട്ട പ്രിയപ്പെട്ട പുസ്തകങ്ങളാണ്. മനുഷ്യ ദുരിതവും അരാജകത്വവും നിറഞ്ഞ ഒരു അസുഖകരമായ ഭാവിയെക്കുറിച്ച് പറയുന്ന ഡിസ്റ്റോപ്യൻ കഥകളാണിവ. ഇവ രണ്ടും പിന്നീട് ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും അടിസ്ഥാനമായിട്ടുണ്ട്. 1960കളിലും 1970കളിലും പലരും ഭൂമിയിൽ അമിത ജനസംഖ്യ ഉണ്ടാകുമെന്നും അത് പലതരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും ആശങ്കപ്പെട്ടിരുന്നു. അത്തരം സാഹചര്യങ്ങളും ഡിസ്റ്റോപ്യൻ പുസ്തകങ്ങളുടെയും സിനിമകളുടെയും പ്രധാന വിഷയങ്ങളായി മാറിയിരുന്നു. നിലവിൽ ലോക ജനസംഖ്യ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളർച്ചയുടെ വേഗത കുറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാ മാറ്റങ്ങൾ പഠിക്കുന്ന വിദഗ്ധർ പ്രവചിക്കുന്നത് മൊത്തം ജനസംഖ്യ 2080കളോടെ 1000 കോടിയിലേക്ക് എത്തുമെന്നാണ്. ഇത് ഇന്നത്തെ 800 കോടിയിൽ നിന്നും 1974ലെ 400 കോടിയിൽ നിന്നും വലിയൊരു വർധനമാണ്. US ജനസംഖ്യ നിലവിൽ 34.2 കോടിയാണ്. ഇത് 1930കളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 20 കോടി കൂടുതലാണ്. ഇത് വലിയൊരു സംഖ്യയാണെങ്കിലും ലോകമെമ്പാടും USലും ജനിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുകയാണെങ്കിൽ ഈ സംഖ്യ ക്രമേണ കുറയാൻ സാധ്യതയുണ്ട്. 2024ൽ USൽ ഏകദേശം 36 ലക്ഷം കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇത് 2004ലെ 41 ലക്ഷത്തിൽ നിന്ന് കുറവാണ്. അതേസമയം 2022ൽ ഏകദേശം 33 ലക്ഷം ആളുകൾ മരിച്ചു. ഇത് 20 വർഷം മുമ്പുള്ള 24 ലക്ഷത്തിൽ നിന്ന് കൂടുതലാണ്. ഈ പാറ്റേണുകൾ മാറുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം യുവജനങ്ങളും പ്രായമായവരും തമ്മിലുള്ള അനുപാതത്തിൽ സന്തുലിത അവസ്ഥയുണ്ടോ എന്നതാണ്. കാരണം യുവജനങ്ങൾ പലപ്പോഴും സമൂഹത്തിന്റെ ചാലക ശക്തിയാണ്. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നവരും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നവരും അവരാണ്. 65 വയസ്സിൽ താഴെയുള്ളവർക്ക് അനുയോജ്യമായ ജോലികൾ നിരവധിയുണ്ട്. ഇത് സാധാരണ വിരമിക്കൽ പ്രായം എത്തിയവരെക്കാൾ കൂടുതലാണ്. പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറവ് കുട്ടികളാണ് അവരുടെ പ്രത്യുൽപാദന ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. ഇന്ത്യയിലും ദക്ഷിണ കൊറിയയിലും ഈ കുറവ് വളരെ പ്രകടമാണ്. ഇന്ന് സംഭവിക്കുന്ന ജനന നിരക്കിലെ കുറവ് പ്രധാനമായും ആളുകൾക്ക് കുട്ടികളോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ 1 കൂടിപ്പോയാൽ 2 കുട്ടികൾ മതി എന്ന പ്രവണത കാരണമോ ആണ്.
ഇത്തരത്തിലുള്ള ജനസംഖ്യ ഇടിവ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആശങ്കകൾ പലപ്പോഴും അതിന് തടസ്സമാകുന്നു. അതേസമയം പ്രത്യുൽപാദന പ്രശ്നങ്ങൾ കാരണം പല പുരുഷന്മാർക്കും കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യം കൂടുതൽ വഷളായാൽ ജനസംഖ്യയിൽ വലിയ ഇടിവിന് ഇത് കാരണമായേക്കാം. നമ്മുടെ വർഗമായ ഹോമോസാപ്പിയൻസ് കുറഞ്ഞത് 2 ലക്ഷം വർഷങ്ങളായി ഭൂമിയിലുണ്ട്. ഇതൊരു വലിയ കാലയളവാണെങ്കിലും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളെയും പോലെ നമുക്കും വംശനാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഹോമോസാപ്പിയൻസിന്റെ അടുത്ത ബന്ധുക്കളായ നിയാൻഡർതലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുക. അവർ കുറഞ്ഞത് 4 വർഷം മുൻപാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ ആധുനിക മനുഷ്യ പൂർവികർ കുറച്ചു കാലം ഇവരുമായി സഹവസിച്ചു. എന്നാൽ അവർ ക്രമേണ കുറഞ്ഞ് ഏകദേശം 40,000 വർഷം മുമ്പ് വംശനാശം സംഭവിച്ചു. നിയാൻഡറുകളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും കുടുംബത്തിന് ഭക്ഷണം നൽകുന്നതിനും ആധുനിക മനുഷ്യർ കൂടുതൽ വിജയിച്ചു എന്ന് ചില ശാസ്ത്രജ്ഞർ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് വംശനാശം സംഭവിക്കുകയാണെങ്കിൽ മറ്റ് മൃഗങ്ങൾക്ക് ഭൂമിയിൽ തഴച്ചു വളരാൻ അവസരം ലഭിച്ചേക്കാം. മറുവശത്ത് മനുഷ്യർ അപ്രത്യക്ഷമാകുന്നത് ദുഃഖകരമായ കാര്യമായിരിക്കും. കാരണം കലയിലും ശാസ്ത്രത്തിലുമടക്കം മനുഷ്യർ നേടിയ മഹത്തായ എല്ലാ നേട്ടങ്ങളും നമുക്ക് നഷ്ടമാകും. നമ്മുടെ ഗ്രഹത്തിൽ ഒരു നീണ്ട ഭാവി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ചില നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുക, യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ വൈവിധ്യമാർന്ന മൃഗങ്ങളും സസ്യങ്ങളും നമ്മുടെ വർഗത്തിനുൾപ്പെടെ ഗ്രഹത്തിലെ എല്ലാ ജീവികൾക്കും അനുഗ്രഹമാകുന്നു എന്ന വസ്തുതയെ നമ്മൾ വിലമതിക്കുകയും വേണം.